കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ കമ്മിങ് സൂൺ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുട്ടികൾ കൊടുത്ത ഹർഷൻ്റെ ആ ലൊക്കേഷൻ വെച്ചിട്ട് ശാലിനിയും ഹർഷൻ്റെ അരികിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് പോകുന്നതിനിടയിൽ വണ്ടി നിന്നു പോകുവാണ്. അങ്ങനെ രാമേട്ടൻ എന്താ കുഴപ്പം എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം കളയാനില്ലാതെ ശാലിനി വേഗം തന്നെ അവിടെ നിന്ന് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേസമയം ഹർഷനാണെങ്കിൽ ഒരു ചായക്കടയിൽ ചായ കുടിക്കാനായിട്ട് വണ്ടി നിർത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ കടയിൽ കയറി ചായ കുടിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയം വണ്ടി നിർത്തിയത് കൊണ്ട് തന്നെ കുട്ടികളെ ശാലിനിയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. അങ്ങനെ കുട്ടികളെ ശാലിനിയോട് പറയണേ, അതെ അമ്മേ, ഇപ്പോൾ ഹർഷനങ്ങൾ വണ്ടി നിർത്തിയിട്ടിരിക്കുക. അമ്മ എവിടെ എത്താറായോ? അമ്മതെ ഉടനെ എത്തും മക്കളെ. അങ്ങനെ പറഞ്ഞ് ശാലിനി വേഗം തന്നെ ഓടി ആ ഒരു കടയുടെ അരികിലെത്തുകയാണ്. അവിടെ എത്തുമ്പോഴേക്കും ശാലിനി കാണുന്നത് കാറിലേക്ക് തിരിച്ചു കയറുന്ന ഹർഷനെ ആയിരിക്കും കേട്ടോ. ഈ സമയം ഹർഷ എന്നും പറഞ്ഞ് ശാലിനി ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട്. എന്നാൽ ഹർഷൻ അത് കേൾക്കുന്നില്ല. ഹർഷൻ കേൾക്കാതെ കാറിലേക്ക് കയറി വണ്ടിയെടുത്ത് അവിടെ നിന്നും പോകുവാണ്. പിന്നാലെ തന്നെ ഓടി ഹർഷ എന്ന് വിളിച്ച് ശാലിനി വണ്ടിക്ക് തൊട്ട് പിന്നാലെ തന്നെ ഓടി വരുന്നുണ്ട്. ഇതേസമയം ശ്യാമയും രാഘവനും അവരെല്ലാവരും അങ്ങനെ ആ മണ്ഡപത്തിലെത്തുവാണ് കേട്ടോ. ശ്യാമയാണെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. കൃത്യസമയത്ത് തന്നെ കുഞ്ഞേച്ചിക്ക് ഹർഷനെയും കുട്ടി മണ്ഡപത്തിൽ വരാനും വിവാഹം മുടക്കാനും പറ്റണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയം ശ്യാമയെ കാണുന്നതും ബാമ ശ്യാമയുടെ അരികിലേക്ക് വരിക. എന്നിട്ട് പപ്പിമോൾ എവിടെയെന്ന് ചോദിക്കുവാണ് കേട്ടോ. ആ സമയം ശ്യാമ വല്ലാതെ ടെൻഷനാകുക. മോള് ദേ അവിടെ കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ സമയം ബാമ ചെന്ന വിഷ്ണുവിനെ മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഹർഷൻ കാർ ഓടിച്ച് നേരെ ചെല്ലുന്നത് ഹർഷൻ ഒരു കൂട്ടുകാരനെ കാണാനായിരിക്കും. അയാളെ വഴിയരികി കാത്തു നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ഹർഷൻ അവിടെ വണ്ടി നിർത്തി അയാളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയത്ത് ശാലിനി അങ്ങോട്ടേക്ക് ഓടിയെത്തുമായിരിക്കും കേട്ടോ. അങ്ങനെ ഹർഷ എന്ന് പറഞ്ഞു വിളിക്കുന്നതും ഹർഷൻ ശാലിനിയെ തിരിഞ്ഞു നോക്കുക. അങ്ങനെ ശാലിനി ഓടി ഹർഷൻ്റെ തൊട്ടരികിലെത്തുവാണ്. അന്നേരം ശാലിനിയെ കാണുന്നതും ഹർഷൻ ചോദിക്കുക, അല്ല നിങ്ങളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതല്ലേ? ഇപ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങളെന്തിനാ എന്നെ തേടി വന്നത്? അന്നേരം ശാലിനി ഹർഷനോട് പറയണേ, ഞാൻ ഹർഷനെ കാണാൻ വന്നപ്പോഴാണ് എനിക്ക് അപകടം പറ്റിയത്. കുറേ ദിവസമായി ഹർഷനൊന്ന് നേരി കാണാനും ചില കാര്യങ്ങൾ അറിയിക്കാനും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഹർഷനെ മാത്രമല്ല കാർത്തികയും എനിക്ക് നല്ലപോലെ അറിയാം. അത് കേൾക്കുന്നതും ഹർഷൻ ഞെട്ടുക. കാർത്തികയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇന്ന് അവളുടെ വിവാഹമാണ് ഹർഷ. അത് കേൾക്കുന്നതും ഹർഷൻ ഞെട്ടിപ്പോകുക. എന്ത്, കാർത്തികയുടെ വിവാഹവും? അതെ ഹർഷ. അങ്ങനെ ശാലിനി നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ്. ഈ സമയം കുട്ടികളും കാറിൻ്റെ ഡിക്കിന്ന് വരുവാണ്ടോ. കുട്ടികളും ഹർഷന് മുമ്പിൽ കരഞ്ഞു പറയുക, ഞങ്ങളുടെ വിഷ്ണുവശനെ രക്ഷിക്കണം. അത് അങ്കിൾ വിചാരിച്ചാൽ മാത്രമേ പറ്റൂ. അങ്കിള് കാർത്തിക ആൻറ്റിയെ കൂട്ടിക്കൊണ്ടു പോകണം. ഈ സമയം ഹർഷൻ ശാലിനിയോട് പറയണേ, എനിക്ക് ഫോണിൽ കാർത്തിക ഒന്ന് വിളിച്ചു തരാമോ? അതിനെന്താ എന്ന് പറഞ്ഞ് ശാലിനി ഫോണിൽ വീഡിയോ കോൾ എടുത്തിട്ട് അതിൽ കാർത്തികയെ വിളിച്ചു കൊടുക്കുവാണ്. ഈ സമയം കോൾ കണ്ട് കാർത്തിക കോൾ അറ്റൻഡ് ചെയ്യുവാണ് കേട്ടോ. അന്നേരം ഹർഷനെ കാണുന്നതും കാർത്തിക അങ്ങ് ഞെട്ടിപ്പോകുക. നീയോ? ഈ സമയം ഹർഷൻ കാർത്തികയോട് പറയണേ, കാർത്തികെ എന്താ ഇതൊക്കെ? നമ്മൾ തമ്മിൽ പ്രണയിച്ചിരുന്നതല്ലേ? എങ്ങനെയാ നിനക്ക് എന്നെ മറന്ന് മറ്റൊരാളുടെ ഭാര്യയാകാൻ തയ്യാറാവുന്നു? അതിനെങ്ങനെയാണ് നിനക്ക് മനസ്സ് വന്നത്? നിനക്കങ്ങനെ എന്നെ മറന്ന് മറ്റൊരാളുടെ ഭാര്യയായി മാറാൻ പറ്റുമോ? അന്നേരം കാർത്തിക ദേഷ്യത്തിൽ പറയണേ, നിനക്കങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ എനിക്ക് എന്തുകൊണ്ട് പറ്റില്ല? നീ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനായിരുന്നു. നിന്നെ ഞാൻ എൻ്റെ കുടുംബക്കാരെക്കാളും കൂടുതലായി സ്നേഹിച്ചു. അതുകൊണ്ടാണല്ലോ എൻ്റെ വിവാഹ നിശ്ചയ ദിവസം അവിടെ നിന്ന് ഞാൻ ഓടിപ്പോയത്. നിന്നോടുള്ള പ്രേമം കാരണം നിൻ്റെ ഒപ്പം ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ മരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ മണ്ഡപത്തിൽ നിന്ന് ഓടിയത്. പക്ഷേ അതെല്ലാം ചെയ്ത് ഞാനൊരു വിഡ്ഢിയായി. നിനക്ക് എന്നെ മറന്ന് മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കാമെങ്കിൽ പിന്നെ എനിക്ക് എന്തുകൊണ്ട് അതായിക്കൂടാ? അദ്ദേഹത്തിനതും ഹർഷൻ ഞെട്ടിപ്പോകുക. നീ എന്തൊക്കെയാണ് പറയുന്നത്? നിന്നെ മറന്ന് ഞാൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചെന്നോ? ഞാൻ ആരെയും കല്യാണം കഴിച്ചിട്ടില്ല. എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. US നിന്ന് തിരിച്ചു വന്നത് ഞാൻ നിന്നെ കാണാൻ വേണ്ടിയാ, നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി. നിന്നോട് ആരായി കള്ളക്കഥയൊക്കെ പറഞ്ഞത്? അന്നേരം കാർത്തിക മധുശ്രീ തന്നെ ചതിച്ചതാണെന്ന് മനസ്സിലാക്കുവാണ്. മധുശ്രീയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതെന്നും മധുശ്രീ ഹർഷൻ്റെ വിവാഹം കഴിഞ്ഞ ഫോട്ടോയൊക്കെ കാണിച്ചെന്നും പറയുവാണ് കേട്ടോ. അന്നേരം അത് കേൾക്കുന്ന ഹർഷൻ പറയണേ, അതെല്ലാം ഒരു ചതിയാണ്. അവൻ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനിപ്പോഴും നിനക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അത് കേൾക്കുന്നതും കാർത്തികയ്ക്ക് താൻ തെറ്റിദ്ധരിച്ചത് എന്നൊക്കെ മനസ്സിലാകുവാണ്. ഈ സമയം ഫോൺ വാങ്ങി ശാലിനി മധുശ്രീയുടെ ചതിയെക്കുറിച്ച് കാർത്തികയോട് പറയുവാണ് കേട്ടോ. അതൊക്കെ കേൾക്കുന്നതും താൻ വലിയ തെറ്റാ ചെയ്തതെന്ന് കാർത്തികയ്ക്ക് ബോധ്യപ്പെടുവാണ്. അങ്ങനെ കാർത്തിക ശാലിനിയോട് ഹർഷനോടും ഒക്കെ മാപ്പ് പറയുവാണ് കേട്ടോ. തെറ്റുപറ്റിപ്പോയി ശാലിനി, എന്നോട് ക്ഷമിക്കണം. വലിയ തെറ്റാ ഞാൻ നിന്നോട് ചെയ്തത്. മധുശ്രീയുടെ ചതിയിൽ ഞാൻ കുരുങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് കാർത്തിക മാപ്പ് പറയുന്നുണ്ട്. അതിനുശേഷം ശാലിനി പറയണേ, എത്രയും പെട്ടെന്ന് ഈ വിവരങ്ങൾ സത്യാമ്മയെ അറിയിക്കണം. നമുക്ക് ഉടനെ തന്നെ മണ്ഡപത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞ് ഹർഷനെയും കുട്ടികളെയും കുട്ടി ശാലിനി മണ്ഡപത്തിലേക്ക് പോകുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്